അപ്പോൾ സീ ഓഫ് ലവ് കടലോളം സ്നേഹം എന്ന സിനിമ ജൂലൈ 18 തിയേറ്റർ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ രമേശ് ചേട്ടൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? അല്ല, ഒരു നല്ല സിനിമയായിരിക്കും. ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഉണ്ടാകാറുള്ള ഉള്ള കഥാസന്ദർഭങ്ങളാണ് അതിനകത്ത് ഉള്ളത്. അതുകൊണ്ട് മക്കളും മാതാപിതാക്കളും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളും ഒക്കെയാണ് ഇതിന്റെ പ്രതിപാദ്യ വിഷയം എങ്ങനെ ആയിക്കോട്ടെ, ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം നിങ്ങൾ സിനിമ കാണാൻ പോകുന്നതാണ്. പിന്നെ ഇതിലെ മാതാപിതാക്കളുടെ അവസ്ഥ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ അത് എന്താണെന്ന് ഓരോ മാതാപിതാക്കളും കണ്ട് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. കാരണം ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു വിഷയമാണ്. അപ്പോ അതെങ്ങനെ കൈകാര്യം ചെയ്യും, എങ്ങനെ അതിനെ മറികടന്ന് നമ്മൾ ജീവിക്കും പോകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു പാഠമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഈ സിനിമയെ സംബന്ധിച്ചു. ഈ സിനിമ പറഞ്ഞു വെക്കുന്നിടത്തോട്ട് എനിക്കത്ര എത്താൻ സാധിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറയുന്നു. എങ്കിലും അങ്ങനെ സാഹചര്യത്തിൽ പെട്ടുപോയവരെ അവരെ ദ്രോഹിക്കരുത്, അവരെ ഉപദ്രവിക്കണ്ട, അവരെ ദ്രോഹിക്കരുത്. അവരെ കഴിവതും നമുക്ക് സംരക്ഷിച്ചു നിലനിർത്തി പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ കഴിയാവുന്നതൊക്കെ ചെയ്യുക. മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകാതെ അല്ലെ നമ്മുടെ രീതികൾക്കും മനുഷ്യന്റെ ജീവിത രീതികൾക്കും ഒക്കെ എതിരായിട്ടൊന്നും പ്രവർത്തിക്കാൻ ഞാൻ പറയുന്നില്ല. കഴിവതും അവരെ അങ്ങനെ ഉപദ്രവിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ചേർന്ന് നിർത്തുന്നത് നല്ലതാണ് എന്ന് കരുതി അത് മുന്നോട്ട് അതിന്റെ പ്രേരണയാകരുത്, മറ്റുള്ളവർക്ക് ഒരു പ്രേരണയാവരുത് എന്നുള്ളതാണ് അതിന്റെ ശരിയായ രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഇതൊരു പല സിനിമയും നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ സമൂഹത്തിൽ സന്ദേശമായിട്ട് നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത് അല്ലെ ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഉള്ള സന്ദേശങ്ങളുണ്ടാകും. ശരിക്കും അതിനോട് യോജിപ്പില്ല. അങ്ങനെ ഒരു സന്ദേശമായിട്ട് ഈ സിനിമ കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ പറ്റിപ്പോയാൽ നമ്മൾ എങ്ങനെ അത് മറികടക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരു അവസരം ആണ് ഈ സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങൾക്ക് പരിചയമുള്ളവരുടെ ജീവിതത്തിൽ അതൊരു നിർദ്ദേശം കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ സിനിമ കാണണം എന്നൊരു അഭ്യർത്ഥന. സംവിധായിക സായി കൃഷ്ണയെ പറ്റി എന്താണ് അഭിപ്രായം? സായി കൃഷ്ണ വളരെ പ്രശസ്തരായ ഒരുപാട് സംവിധായകരുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ഒരു സഹസംവിധായികയാണ്. ഞാൻ തന്നെ സായി കൃഷ്ണൻ കൂടെ ഒരു 4-5 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കഥാപാത്രമായിട്ട് അഭിനയിക്കാനായിട്ടുള്ള ഒരു ഇത് സായി കൃഷ്ണയോട് ഞാൻ പറഞ്ഞത് സമ്മതിച്ചു. അത് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു സിനിമ ഇത്രയും നല്ല രീതിയിൽ എടുക്കാൻ കഴിഞ്ഞതിൽ സായി കൃഷ്ണയുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മുന്നോട്ട് നല്ല രീതിയിൽ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ സമീപിച്ചാൽ ഒരു നല്ല സിനിമകൾ സായി കൃഷ്ണനിൽ നിന്നുണ്ടാകും എന്നുള്ളത് അഭിപ്രായമുണ്ട്. ഉണ്ടാകും എന്നുള്ളത് തർക്കമില്ല. സീനത്തേച്ചി ഇതില് ദിൽഷയുടെ ഉമ്മയായിട്ടാണല്ലോ. അതെ അതെ, ഞാനും ഉമ്മയും രമേശ് ചേട്ടൻ വാപ്പയും. ചേച്ചിയുടെ കഥാപാത്രത്തിനെ പറ്റി ഒന്ന് പറയാമോ? അല്ല, ഞാൻ കഥാപാത്രം നമ്മളെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇപ്പൊ കുറച്ച് വളരെ കൂടുതലാണ്. കാരണം അവർക്ക് പലർക്കും മുൻപ് ഇത് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാവരും അവര് പുറത്തേക്ക് പറയാൻ തുടങ്ങി, ഞങ്ങൾ ഇതാണ് എന്ന് പറയാൻ അവർക്ക് ധൈര്യം വന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് വന്ന് പറഞ്ഞപ്പോ ഞാൻ സബ്ജക്റ്റ് ഒക്കെ കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനേക്കാൾ കൂടുതൽ എനിക്കൊരു സ്ത്രീ സംവിധായക വരുന്നു എന്നതിനാണ് എനിക്ക് പ്രാധാന്യം തോന്നിയത്. അപ്പൊ തന്നെ ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല, ഞാൻ വന്നു, അവിടെ വന്ന് വർക്ക് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ട് ഇനിയും ഒരുപാട് സിനിമകൾ സായിക്ക് ചെയ്യാൻ പറ്റട്ടെ, ഈ സിനിമയും വിജയിക്കട്ടെ. ഇതിലെ കോ ആർട്ടിസ്റ്റുകൾ ദിൽഷ പ്രസന്നൻ, മീര നായർ, ഇതിലെ പ്രൊഡ്യൂസർ ജിബ്നു ജേക്കബ്. അപ്പം ഇവരുമായിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് അല്ല, എനിക്ക് അവരെ ദിൽഷയായിട്ട് എനിക്ക് കൂടുതൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എനിക്ക് രമേശ് ചേട്ടനെ അറിയില്ല, എനിക്ക് മീരയായിട്ടൊന്നും
കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. കുറച്ച് ദൂരം എന്നുള്ള സാധനമാണ്. നമുക്കും ഒരു സീനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും നല്ല തന്നെയാണ്. മീരയായിട്ട് എനിക്ക് അധികം വർക്ക് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ അതെ മണ്ണാർക്കാട് അതെ, ആയിരുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഒരു ലൊക്കേഷൻ വളരെ എക്സ്പീരിയൻസ്? മനോഹരമായിരുന്നു. ജൂലൈ 18-ന് റിലീസ് ആവുന്നു. 18-ന് എല്ലാവരും വരിക. അതെ, തിയേറ്ററിൽ വരുന്ന സിനിമകൾ വിജയിപ്പിക്കുക. വിജയിപ്പിച്ചാലേ നല്ല നല്ല സിനിമകൾ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു സിനിമ കണ്ട് അത് വിജയിച്ചില്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തെറ്റിദ്ധരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നല്ല സിനിമയാവണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആവട്ടെ. എല്ലാവരുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. രമേശ് ചേട്ടാ, പ്രേക്ഷകനോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, വീണ്ടും പറയുന്നത്, സിനിമ നിങ്ങൾ കാണണം. നല്ലതോ ചീത്തയോ എന്തുമാട്ടെ, സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചില സന്ദേശങ്ങളും ചില തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കും. സമൂഹത്തില് നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെ സമൂഹത്തില് വളർന്നുകൊണ്ടിരിക്കുന്ന, വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് മറുപടിയായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും. ഞാൻ ഇവരെ ഇങ്ങനെയുള്ള ആളുകളെ തള്ളിക്കളയണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഞാൻ എന്റെ വ്യക്തിപരമായ രീതിയിൽ പറഞ്ഞാൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഇനിയും കൂടുതൽ ഇതുപോലെയുള്ള ആളുകൾ വന്നോട്ടെ, സമൂഹത്തിലേക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല. ദൈവമേ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ സിനിമ നിങ്ങൾക്ക് ഒരു പാഠമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണപരമായ കാര്യങ്ങൾ ഈ സിനിമയിൽ നിന്നുണ്ടാകും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യം.